ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം വീഡിയോ കാണുന്നവർക്കെല്ലാം വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയണേ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ മെയിൽ ID ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് വീഡിയോ ഇട്ട് ഒരാഴ്ചക്കുള്ളിൽ, മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉള്ളൂ കേട്ടോ. അപ്പം 2 ആഴ്ച കഴിഞ്ഞൊക്കെ മെയിൽ ID ചോദിക്കുന്നവരൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു ഏജന്റോ ഏജൻസിയോ അല്ല കേട്ടോ. ആർക്കും ഞാനിങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ കാണുന്ന വേക്കൻസി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വേക്കൻസി കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പൈസയൊക്കെ ചോദിക്കണമെങ്കിൽ ആർക്കും പൈസയൊന്നും കൊടുക്കരുത് കേട്ടോ. ഇതെന്റെ ഒരു ഡിസ്ക്ലെയിമർ ആണ്. ആർക്കും ഞാൻ അങ്ങനെ വേറെ പേഴ്സണലായിട്ടുള്ള വേക്കൻസീസ് ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കാണുന്ന വേക്കൻസീസ് മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടോ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പൈസയൊന്നും കൊടുക്കരുത് കേട്ടോ ഈ വേക്കൻസിയിൽ. അത് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30/9/2025 ഇന്ന് പറയുന്ന വേക്കൻസീസ് ആണ് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് പറയാനുള്ളത്, ജസീന ഹ്യൂമൻ റിസോഴ്സുകാര് വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്ന ഞാൻ പറയാമേ, ഒരു മിനിറ്റ്. ജസീന ഹ്യൂമൻ റിസോഴ്സുകാരുടെ വേക്കൻസി HICT അനലിസ്റ്റ് ആണ് കേട്ടോ. ഖത്തർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹമദ് ഹോസ്പിറ്റലിലേക്കായിരിക്കും വേക്കൻസി വന്നിരിക്കുന്നത്. HICT അനലിസ്റ്റ് എന്നാണ് പൊസിഷന്റെ പേര് കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഫ്രം IT ഇൻഡസ്ട്രി. ഇതിൽ ഏതെങ്കിലും ഉള്ള ബാച്ചിലർ ഡിഗ്രി കേട്ടോ. അതായത് കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ IT ഇൻഡസ്ട്രിയിലോ ഉള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് 6 to 8 years ഓഫ് എക്സ്പീരിയൻസ് ആസ് HICT അനലിസ്റ്റ്. അപ്പൊ HICT അനലിസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള കമ്പ്യൂട്ടർ സയൻസിലെ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാരൊക്കെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിന്റെ വേക്കൻസിയാണ്, അടിപൊളിയാണ്, എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം പറയാനുള്ളത്, ഇവിടുത്തെ PHCCയില് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, അവര് ക്ലിനിക്കൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. അപ്പം ബാച്ചിലർ ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അപ്പോൾ HR-ലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഒക്കെ ഡിഗ്രി പ്ലസ് പിന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. 5 വർഷം ക്ലിനിക്കൽ റിക്രൂട്ട്മെന്റിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് PHCCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വേക്കൻസി കാണാൻ പറ്റും കേട്ടോ. മെയിൽ ID വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ അകത്ത് അവർ ബൈലിംഗിൽ ചോദിക്കുന്നുണ്ട്. അറബി ഇംഗ്ലീഷും അറിയുന്നവർക്കാണ് പ്രിഫറൻസ് കേട്ടോ. അപ്പം ക്ലിനിക്കൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, അതാണ് ആ പോസ്റ്റിന്റെ പേര് കേട്ടോ. അപ്പം ഇത് PHCCയിലാണ് കേട്ടോ. അടുത്ത വേക്കൻസി പറയാനുള്ളത്, ഓഡിയോളജിസ്റ്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന റാഹ മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ, ഓഡിയോളജിസ്റ്റ്. അപ്പോൾ അതിന് ബാച്ചിലർ ഡിഗ്രി, ഓഡിയോളജിയിലൊക്കെ ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാർ, ഖത്തറിലുള്ള ആൾക്കാരാണെങ്കിൽ ലോക്കൽ ട്രാൻസ്ഫർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അൽക്കോറിലുള്ള റാഹ ക്ലിനിക്കിലേക്കാണ് അവർ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഓഡിയോളജിസ്റ്റിന്റെ കേട്ടോ. റാഹ ക്ലിനിക്ക് ഓഡിയോളജിസ്റ്റ്, 2 വർഷത്തെ എക്സ്പീരിയൻസ്, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സൈറ്റിൽ കയറി നോക്കുക. മെയിൽ ID വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, എനിക്ക് കമന്റ് ചെയ്താൽ മതി കേട്ടോ. റാഹ ക്ലിനിക്ക് കേട്ടോ, അൽക്കോറിലുള്ള ബ്രാഞ്ചാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പീഡിയാട്രിക് ഡെന്റിസ്റ്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ട്. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലിമാദി ഹോസ്പിറ്റലാണ് കേട്ടോ, പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അവര്. ജനറൽ അനസ്തീഷ്യയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള QCHP ലൈസൻസ് ഒക്കെയുള്ള പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലിമാദി ഹോസ്പിറ്റൽ കേട്ടോ, അല്ലിമാദി ഹോസ്പിറ്റലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെയിൽ ID വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ.
അതുപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ വേക്കൻസി വിസ്റ്റാസ് ഗ്ലോബൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടന്റിന്റെ വേക്കൻസി എവിടെയെങ്കിലും കാണാറുണ്ടോ എന്ന്. വിസ്റ്റാസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഏതോ പിന്നെ ഹോസ്പിറ്റലിലേക്കാണ് എന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ അക്കൗണ്ടിങ്, ഫിനാൻസ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രിഫേർഡ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ബാങ്കിങ് വിത്ത് ഹാൻഡ്സ് ഓൺ പേറോൾ പ്രോസസിംഗ്. അപ്പോൾ ഈ പോസ്റ്റിന്റെ പേര് സാലറി പ്രോസസിംഗ് ഓഫീസർ എന്നാണ് കേട്ടോ. ഈ അക്കൗണ്ടിങ് വിസ്റ്റാസ് ഗ്ലോബൽ ഇട്ടിരിക്കുന്നത് സാലറി പ്രോസസിംഗ് ഓഫീസർ. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് വേണം. സാലറി പ്രോസസിംഗിലൊക്കെ 2 വർഷം എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രി ഉള്ള ആൾക്കാര് വിസ്റ്റാസ് ഗ്ലോബലിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിക്വയർമെന്റ്സ് കാണാൻ പറ്റും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. മെയിൽ ID വേണമെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. സാലറി പ്രോസസിംഗ് ഓഫീസർ വിസ്റ്റാസ് ഗ്ലോബൽ. പിന്നെ അടുത്തത് പറയാനുള്ളത് ഡോക്യുമെന്റ് കൺട്രോളിന്റെ വേക്കൻസി അല്ലെങ്കിൽ അഡ്മിൻ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽ വേക്കൻസിയാണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഡോക്യുമെന്റ് കൺട്രോളിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊരു വേക്കൻസി കണ്ടിട്ടുണ്ട്. അത് പിന്നെ അവര് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് ഓഫീസുള്ളത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഫീമെയിൽസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇൻഷുറൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവര്, ഫാമിലി വിസയിലുള്ളവര് ഒക്കെ ഡോക്യുമെന്റ് കൺട്രോളിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ മെയിൽ ID ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അവരതിനകത്ത് വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റ് കൺട്രോളിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. വിസ വേണേ, ഫാമിലി വിസയിലുള്ളവരായിരിക്കണം എന്ന് അവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രീ വിസയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 3000 റിയാലാണ് സാലറി എന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോക്യുമെന്റ് കൺട്രോളർ. പിന്നത് അക്കൗണ്ട്സ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ്. ഈവനിങ് ഷിഫ്റ്റ് ആണ് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അക്കൗണ്ട്സിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ അക്കൗണ്ടൻസി ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിമം 2 to 5 years ഓഫ് റിലവന്റ് വർക്ക് എക്സ്പീരിയൻസ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഖത്തർ ID ഒക്കെ ഉള്ള ആൾക്കാർ അക്കൗണ്ടന്റിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അവരതിന്റെ വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വേക്കൻസീസ്. അപ്പോൾ ജോലി നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ജെസിന ഹ്യൂമൻ റിസോഴ്സിന്റെ HICT അനലിസ്റ്റിന്റെ വേക്കൻസിയാണ്. അപ്പോൾ എല്ലാവരും സൈറ്റ് ചെക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ക്ലിനിക്കൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.